Praise the Lord. Hallelujah. 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ബഹുമാനപ്പെട്ട കൊച്ചുമാത്തച്ച, സന്നിഹിതരായിരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, രണ്ടാം വത്തിക്കാൻ സുനഹദോസ് സമാപിച്ചിട്ട് 50 വർഷങ്ങൾ പൂർത്തിയായി. അതിന്റെ സുവർണ ജൂബിലി ആഘോഷമൊക്കെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാം വത്തിക്കാൻ സുനഹദോസ് സഭയ്ക്ക് നൽകിയ ഏറ്റവും അടിസ്ഥാനപരമായ ഏറ്റവും വലിയ സംഭാവനകൾ ഏതെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് എന്നുള്ള ആ ഒരു സത്യവും, എല്ലാവരും സുവിശേഷം പ്രഘോഷിക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് എന്നുള്ള സത്യവും വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഇതേപ്പറ്റിയുള്ള നവമായൊരു അവബോധത്തിലേക്ക് സഭാംഗങ്ങളെ ആനയിക്കുവാനായിട്ട് വത്തിക്കാൻ സുനഹദോസിനെ സാധിക്കുകയുണ്ടായി. നമ്മളെല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. എല്ലാവരും, ചുരുക്കം ചിലര് മാത്രമല്ല വിശുദ്ധരായി തീരേണ്ടത്. എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാ. ഈ ദിവസങ്ങളിലെ പാലക്കാട് രൂപതയിലുള്ള ഒരു ബാലഭവനില്, ഒരു ഓർഫനേജില് ഇതിന്റെ ചുമതല വഹിക്കുന്ന സിസ്റ്റർമാരിൽ ഒരാള് ഇവിടെയുള്ള കുട്ടികളോട് അവർ ആരായിത്തീരാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി. എല്ലാവരെയും വിളിച്ചിരുത്തിക്കൊണ്ട് ഇവിടെ ചോദിച്ചു, അവർ ആരായിത്തീരാനാണ് ആഗ്രഹിക്കുന്നത് എന്ന്. ചിലർ പറഞ്ഞു, ഞാനൊരു അധ്യാപകനാകാൻ അല്ലെങ്കിൽ അധ്യാപികയാകാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു നേഴ്സാകാനായിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു ലെക്ചറാകാനായിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു ക്രിക്കറ്ററാകാനായിട്ട് ആഗ്രഹിക്കുന്നു. പലതരത്തിലുള്ള ഉത്തരങ്ങൾ അവർ നൽകുകയുണ്ടായി. അതൊക്കെ സ്വാഭാവികമാണല്ലോ. അവർക്ക് അവരുടെ ഭാവിയെ പറ്റിയുള്ള സ്വപ്നങ്ങളുണ്ട്. വ്യക്തമായ സ്വപ്നങ്ങൾ ഇപ്പോൾ തന്നെ അവരൊക്കെ രൂപീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരും അപ്രകാരം മറുപടി പറഞ്ഞത്. പക്ഷെ ഒരു കുട്ടി, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, നീ എന്താകാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിനുത്തരമായിട്ട് സിസ്റ്ററിന് നൽകിയ മറുപടി ഇതായിരുന്നു, ഞാനൊരു വിശുദ്ധയാകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന്. ഞാനൊരു വിശുദ്ധയാകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ആ കുട്ടി പറയുകയുണ്ടായി. മറ്റു കുട്ടികളെല്ലാവരും കൂടി ചിരിച്ചു. കാരണം എന്താണെന്നറിയാം, അവളൊരു ഹൈന്ദവ കുട്ടിയായിരുന്നു. നിനക്ക് എങ്ങനെയാണ് വിശുദ്ധയാകാൻ സാധിക്കുക? നീ ഹിന്ദു അല്ലേ എന്നാ കുട്ടികൾ മറ്റു കുട്ടികളെ ചോദിച്ചത്. നീ ഒരു ഹിന്ദു അല്ലേ, നിനക്ക് എങ്ങനെയാണ് വിശുദ്ധയാകാൻ സാധിക്കുക? അപ്പൊ സിസ്റ്റർ അവരെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, അവൾ ഹിന്ദു ആണെങ്കിലും അവൾക്ക് വിശുദ്ധയാകാം, വിശുദ്ധമായ ജീവിതം നയിക്കാം അവൾക്ക്. സഭ ചെയ്യുന്നത് പോലെ വിശുദ്ധയായിട്ട് അവളെ പ്രഖ്യാപിച്ചെന്ന് വരികയില്ല. പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ അവൾക്ക് സാധിക്കുമെന്ന് സിസ്റ്റർ അവർക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാ. പക്ഷെ നമുക്ക് എത്ര പേർക്ക് പറയാനായിട്ട് സാധിക്കും ആ കുട്ടി പറഞ്ഞതുപോലെ, എനിക്കൊരു വിശുദ്ധയാകണം, അല്ലെങ്കിൽ എനിക്കൊരു വിശുദ്ധനാകണമെന്ന്? നമ്മളെല്ലാവരും വിശുദ്ധരാകാൻ ആഗ്രഹിക്കേണ്ട വ്യക്തികളാണ്. പ്രകാരം വിശുദ്ധരായി തീരുവാനുള്ള പ്രചോദനം ഈ ധ്യാന കേന്ദ്രത്തിലൂടെ എത്രയേറെ പേർക്ക് ലഭിച്ചു എന്നതിനെപ്പറ്റി ഈ അവസരത്തിൽ നമ്മളൊക്കെ ചിന്തിച്ചു നോക്കുക. ഈ ധ്യാന കേന്ദ്രം ഈ കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് വിശുദ്ധീകരണത്തിന്റെ ഒരു ഉപകരണമായിട്ട് മാറുകയുണ്ടായി. വളരെയേറെ പേർക്ക് വിശുദ്ധരായി തീരാനുള്ള പ്രചോദനം ഈ ധ്യാന കേന്ദ്രത്തിലൂടെ ലഭിച്ചു. നമ്മളെല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ട വ്യക്തികളാണ്. പക്ഷെ പലരും വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ തയ്യാറാകുന്നില്ല. പക്ഷെ ഇവിടെ വന്ന് ധ്യാനിച്ചു പോയിട്ടുള്ള വ്യക്തികൾ എത്രയേറെ പേര് എനിക്കൊരു വിശുദ്ധനാകണം, ഒരു വിശുദ്ധയാകണം എന്നുള്ള ഉറച്ച തീരുമാനമെടുത്ത് പോയിട്ടുണ്ടാകും. ആ വിശുദ്ധീകരണത്തിന്റെ ഒരു ഉപകരണമായിട്ട് ഈ ധ്യാന കേന്ദ്രം മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ വത്തിക്കാൻ സുനഹദോസ് പറയുകയുണ്ടായി, യൂണിവേഴ്സൽ കോൾ ടു ഹോളിനെസ്. രണ്ടാമതായിട്ട് യൂണിവേഴ്സൽ കോൾ ടു മിഷൻ. നമ്മളെല്ലാവരും സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് വിളിക്കപ്പെട്ട വ്യക്തികളാണ്. ആർക്കും അതിന് അപവാദമില്ല.
നമ്മളെല്ലാവരും മാമോദീസ സ്വീകരിച്ചവരായ എല്ലാവരും സുവിശേഷം പ്രഘോഷിക്കുവാൻ അവർ ആയിരിക്കുന്നിടത്ത്, അവർ ഐക്യപ്പെടുന്നിടത്ത് സുവിശേഷ പ്രഘോഷകരായി തീരുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ട വ്യക്തികളാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 6-7 തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ദൈവത്താൽ അയക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവന്റെ പേര് യോഹന്നാൻ എന്നായിരുന്നു. അവൻ സാക്ഷ്യത്തിനായിട്ട് വന്നു, വെളിച്ചത്തിന് സാക്ഷ്യം വഹിക്കുവാൻ. അതുവഴി അല്ലെങ്കിൽ അവൻ വഴി എല്ലാവരും വിശ്വസിക്കുവാൻ. നമ്മളെല്ലാവരും വിളിക്കപ്പെട്ട വ്യക്തികളാണ്, തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ്, ഐക്യപ്പെട്ട വ്യക്തികളാണ്, സാക്ഷ്യത്തിനായിട്ട് ഐക്യപ്പെട്ട വ്യക്തികളാണ്. ഇതേപ്പറ്റിയുള്ള അവബോധം, നമുക്കെല്ലാവർക്കും സുവിശേഷ ദൗത്യമുണ്ട് എന്നുള്ള അവബോധം, നവമായ അവബോധത്തിലേക്ക് വളരെയേറെ പേരെ ആനയിക്കുവാനും ഈ ധ്യാന കേന്ദ്രത്തിന് സാധിച്ചിട്ടുണ്ട്. അതുവഴിയായിട്ട് എത്രയേറെ പേര് ഇന്ന് സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്. എത്രയേറെ പേര് സുവിശേഷ പ്രഘോഷകരായിട്ട് മാറിയിട്ടുണ്ട്. ഇതെല്ലാം ഓർമ്മിക്കാൻ സാധിക്കുമ്പോൾ എത്രമാത്രം ഈ ധ്യാന കേന്ദ്രത്തെ ഓർത്ത് വളരെ പ്രത്യേകമായിട്ട് 25 വർഷം ഈ ധ്യാന കേന്ദ്രം പൂർത്തിയാക്കുന്ന ഈ അവസരത്തില് എത്രമാത്രം ദൈവത്തെ നമുക്ക് സ്തുതിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ദൈവം പ്രവർത്തിച്ച ഈ വലിയ അത്ഭുതത്തെപ്പറ്റി സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം അത് പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയുള്ള പരിശീലനത്തിനും ഉപയുക്തമാണ് എന്ന് തിമോഥെയോസിലെ ലേഖനത്തിലെ 4-ാം അധ്യായം 2-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിലെ പ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം അത് പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയുള്ള പരിശീലനത്തിനും ഉപയുക്തമാണ്. അതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പരിപൂർണത കൈവരിക്കുകയും എല്ലാ സൽപ്രവൃത്തികളും ചെയ്യുവാൻ പ്രാപ്തനാവുകയും ചെയ്യുന്നുവെന്നാണ് നമ്മൾ വായിക്കുന്നത്. ഈ ധ്യാന കേന്ദ്രത്തിൽ നടത്തപ്പെട്ട വചനപ്രഘോഷണം വഴിയായിട്ട് എത്രയേറെ പേരാണ് ദൈവവചനം ശ്രവിച്ച് പരിപൂർണരാക്കപ്പെട്ടിട്ടുള്ളത്, എല്ലാ സൽപ്രവൃത്തികളെയും ചെയ്യുന്നതിനെ പ്രാപ്തരാക്കപ്പെട്ടിട്ടുള്ളത്. അത് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. ഇതുപോലുള്ള ഒരു ജൂബിലി ആഘോഷിക്കുന്നതായ അവസരത്തില് അതെല്ലാം നമുക്ക് അനുസ്മരിക്കാനായിട്ട് സാധിക്കണം. അതെല്ലാം അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കണം. അതോടൊപ്പം തന്നെ നമുക്കും അപ്രകാരം ആയിത്തീരാനുള്ള ഒരു പ്രചോദനം ഈ ധ്യാനത്തിലൂടെയും മരിയോത്സവത്തിലൂടെയും നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കണം. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് കർത്താവ് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവർ ഹൃദയം ജ്വലിച്ചവരായി. കർത്താവിനെ അവർ ഓരോരുത്തരെയും കണ്ടുമുട്ടി, 2 പേരും കണ്ടുമുട്ടി. ഹൃദയം ജ്വലിച്ചവരായിട്ട് അവർ മാറി. ഹൃദയം ജ്വലിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അവർ എമ്മാവൂസിലേക്ക് പോയില്ല. എമ്മാവൂസിലേക്കുള്ള യാത്ര തുറന്നില്ല. തിരികെ അവർ ജെറൂസലേമിലേക്ക് പോയി. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. എത്രയേറെ പേര് ഇവിടെ നടത്തപ്പെട്ടതായ ആ വചന പ്രഘോഷണം ശ്രവിച്ച് ഹൃദയം ജ്വലിച്ചവരായി മാറി. എത്രയേറെ പേര് കർത്താവിനെ അനുഭവിച്ചറിഞ്ഞു. എത്രയേറെ പേരുടെ ജീവിതത്തിൽ ഒരു തിരിച്ചുപോക്കുണ്ടായി. എത്രയേറെ പേരുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം സംഭവിച്ചു. എത്രയേറെ പേരിലൊരു മാനസാന്തരം സംഭവിച്ചു. ഇതെല്ലാം ദൈവം പ്രവർത്തിച്ച വലിയ അത്ഭുതങ്ങളല്ലേ. ഈ ധ്യാന കേന്ദ്രത്തിന്റെ രജത ജൂബിലി ആഘോഷിക്കപ്പെടുന്ന ഈ അവസരത്തില് ഇതൊക്കെ നമുക്ക് ഓർമ്മിക്കാം. ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുപോലെ തന്നെ ഇവിടെയുള്ള ബഹുമാനപ്പെട്ട കൊച്ചുമാത്തച്ഛനെ പോലുള്ള സുവിശേഷ പ്രഘോഷകരെ, ലോകപ്രശസ്തരായ എത്രയേറെ സുവിശേഷ പ്രഘോഷകരെയും ഈ ധ്യാന കേന്ദ്രത്തിന് പ്രദാനം ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ധ്യാന കേന്ദ്രത്തിലൂടെ എത്രയേറെ പേരെ വളർന്നു വന്നിട്ടുണ്ട്. അതുപോലെ എത്രയേറെ ആത്മായ പ്രേക്ഷിതരെ സുവിശേഷ പ്രഘോഷകരായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. എത്രയേറെ സിസ്റ്റേഴ്സ് ഓരോരോ ശുശ്രൂഷകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വലിയ കൂട്ടായ്മ ഇവിടെയുണ്ട്. എല്ലാവരും ഒരു വലിയ കൂട്ടായ്മയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു വലിയ സാക്ഷ്യമല്ലേ. അവരെല്ലാം ഓർമ്മിച്ചുകൊണ്ട് ദൈവത്തിന് നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാം. ഇതിനെ മരിയോത്സവം എന്നാണെന്ന് പേരിട്ടിരിക്കുന്നത്. മാതാവിന്റെ
പ്രത്യേകമായിട്ട് സമർപ്പിതമായിട്ടുള്ള 7 ദിവസങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ദൈവം നമുക്ക് നൽകിയ ഈ ധ്യാന കേന്ദ്രത്തിന് നൽകിയ ഈ ധ്യാന കേന്ദ്രത്തിലൂടെ ഇവിടെ വന്നവർക്കും വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്നവർക്കുമായി നൽകപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളെയും അനുസ്മരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് നമുക്കും പറയാം, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. എന്തെന്നാൽ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. ഞാനിവിടെ കാണുന്നത് ഈ സ്ഥാപനവുമായിട്ട് അല്ലെങ്കിൽ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ധ്യാന കേന്ദ്രങ്ങളിലെ അനുബന്ധ പ്രസ്ഥാനങ്ങളെല്ലാം കാണുന്നത് ശക്തനായ ദൈവം ചെയ്തു തന്ന വലിയ കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും അനുഭവിക്കുന്നതും അത് തന്നെയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ മരിയോത്സവത്തിൽ സംബന്ധിച്ചുകൊണ്ട് വളരെ പ്രത്യേകമായിട്ട് ദൈവത്തിന് നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാം. എന്നോട് സംസാരിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ കുർബാനയെപ്പറ്റി അല്ലെങ്കിൽ ദിവ്യകാരുണ്യത്തെ പറ്റിയാണ്. ദിവ്യകാരുണ്യവും ക്രൈസ്തവ ജീവിതവും എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയ ദിവ്യകാരുണ്യവും ക്രൈസ്തവ ജീവിതവും. ദിവ്യകാരുണ്യം നമുക്ക് എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദിവ്യകാരുണ്യം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ ശക്തി സ്രോതസ്സാണ്. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ ശക്തി സ്രോതസ്സാണ് ദിവ്യകാരുണ്യം. ഇതേപ്പറ്റിയുള്ള ബോധ്യം നമുക്കുണ്ടോ? നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ ശക്തി സ്രോതസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ശക്തി മുഴുവൻ നമ്മൾ ആർജിക്കേണ്ടത് ദിവ്യകാരുണ്യത്തിൽ നിന്നാണ്, പരിശുദ്ധ കുർബാനയിൽ നിന്നാണ്. പരിശുദ്ധ കുർബാന ആ വാക്ക് തന്നെ മലയാളികൾ മാത്രം ഉപയോഗിക്കുന്ന വാക്കാണ്. വേറെ ഒരു സ്ഥലത്തും പരിശുദ്ധ കുർബാനയ്ക്ക് പ്രകാരം ഒരു പേര് നൽകപ്പെട്ടിട്ടില്ല. ഹോളി മാസ് എന്ന് പറയും, ഹോളി കമ്മ്യൂണിയൻ എന്ന് പറയും, മറ്റു പല പേരുകളും പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടാറുണ്ട്. പക്ഷെ മലയാളികൾ ഉപയോഗിക്കുന്ന വാക്ക് ദിവ്യകാരുണ്യം എന്നാണ്. അതേപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും, പരിശുദ്ധ കുർബാനയ്ക്ക് നൽകപ്പെടാവുന്ന ഏറ്റവും അനുയോജ്യമായ അർത്ഥവത്തായ പേരാണ് ദിവ്യകാരുണ്യമെന്ന്. കാരണം പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന അവസരത്തിൽ നടക്കുന്നത് എന്താ? ദിവ്യകാരുണ്യത്തിന്റെ ആഘോഷമാണ്, ദിവ്യകാരുണ്യത്തിന്റെ അനുസ്മരണവും ആഘോഷവുമാണ്. പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന അവസരത്തിൽ നടക്കുന്നതാണ്. ദിവ്യകാരുണ്യം നമ്മൾ സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ കാരുണ്യം തന്നെയായ, ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ അവതാരമായ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുകയാണ്. ഇവിടെ പരിശുദ്ധ കുർബാനയുടെ ആരാധന നടത്തപ്പെടുകയാണ്. ആരാധനയെ സംബന്ധിച്ചുകൊണ്ട് എത്രയേറെ പേരാണ്, എത്രയേറെ പ്രാവശ്യമാണ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്ന് ആവർത്തിച്ച് പറയുന്നത്. പരിശുദ്ധ കുർബാന ദിവ്യകാരുണ്യമാണ്. പരിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കേണ്ടതും ഈ ദിവ്യകാരുണ്യം തന്നെയാണ്. പരിശുദ്ധ കുർബാനയിലൂടെ ദിവ്യകാരുണ്യം അനുഭവിച്ചും ആസ്വദിച്ചും ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ അവതാരമായിട്ട്, ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ ജീവിക്കുന്ന മാതൃകളായിട്ട് മാറേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം പരിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം ദിവ്യകാരുണ്യം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാം ഫലമായിട്ട് ദിവ്യകാരുണ്യമായിട്ട് മാറുവാൻ, കാരുണ്യമുള്ള വ്യക്തികളായിട്ട് മാറുവാൻ, കാരുണ്യം നിറഞ്ഞ വ്യക്തികളായിട്ട് മാറുവാൻ എത്രമാത്രം നമുക്ക് സാധിച്ചിട്ടുണ്ട്. കാരുണ്യം നമ്മുടെ ജീവിത ശൈലിയാകേണ്ടതാണ്. അതുകൊണ്ട് ഈ കാരുണ്യ വർഷം സമാപിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരുണ്യം ജീവിക്കേണ്ടവരാണ് നമ്മൾ. ദിവ്യകാരുണ്യം ആഘോഷിച്ചും ദിവ്യകാരുണ്യം സ്വീകരിച്ചും ദിവ്യകാരുണ്യമായിട്ട് മാറേണ്ട വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കുക, ഇതെല്ലാം ചെയ്തതിന്റെ ഫലമായിട്ട് കാരുണ്യമുള്ള വ്യക്തികളായിട്ട് മാറുവാൻ,
കാരുണ്യത്തിൽ കുറച്ചെങ്കിലും വളരുവാനായിട്ട് നമുക്കൊക്കെ സാധിച്ചു. എത്രമാത്രം നമുക്ക് സാധിച്ചു? നമ്മുടെ ഹൃദയത്തിൽ കാരുണ്യമുണ്ടോ? കാരുണ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹൃദയമുണ്ടാകണമെന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ടോ? അതിനുവേണ്ടി നമ്മൾ തീക്ഷ്ണമായിട്ട് എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ട്? പരിശുദ്ധ കുർബാനയിൽ നമ്മൾ സംബന്ധിക്കുന്നു, അതിനുശേഷം ദിവ്യകാരുണ്യം നമ്മൾ സ്വീകരിക്കുന്നു, അതിന്റെ അവസാനത്തിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നു, കുറച്ചു സമയം ഉപകാര സ്മരണം നമ്മൾ നടത്തുന്നു, കഴിഞ്ഞു. ഇത് നമ്മുടെ ഈ പതിവുള്ള ഒരു പരിപാടിയായിട്ട് പലപ്പോഴും മാറാറുണ്ട്. ദിവ്യകാരുണ്യം സ്വീകരിച്ചുകൊണ്ട് കർത്താവേ, കാരുണ്യം നിറഞ്ഞ വ്യക്തിയായി തന്നെ മാറ്റണമേ എന്ന് നമ്മളൊക്കെ ഹൃദയപൂർവ്വം തീക്ഷ്ണമായിട്ട് ദാഹിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? കാരുണ്യം നിറഞ്ഞൊരു ഹൃദയത്തിന്റെ ഉടമയായിട്ട് മാറാൻ ആഗ്രഹിച്ചുകൊണ്ട് എത്രമാത്രം നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്? നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ സമർപ്പിത വർഷം ആചരിക്കപ്പെട്ട അവസരത്തില് സമർപ്പിതരെ ഞാനിവിടെ കാണുന്നുണ്ട്. സമർപ്പിതരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരോട് ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു: പ്രിയപ്പെട്ട സമർപ്പിതരെ, നിങ്ങളെല്ലാവരും സമർപ്പിതരാണ്. നിങ്ങളുടെ ഡ്രസ്സ് കണ്ടാൽ നിങ്ങൾ സമർപ്പിതരാണെന്ന് തോന്നുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് സമർപ്പിതമായ ഒരു ഹൃദയമുണ്ടോ? നിങ്ങളുടെ ഹൃദയം സമർപ്പിതമാണോ? അദ്ദേഹം ചോദിച്ച ചോദ്യം അതായിരുന്നു. നമുക്ക് നമ്മോട് തന്നെ ഈ ചോദ്യം ചോദിക്കാൻ സാധിക്കണം. കരുണ നിറഞ്ഞ ഒരു ഹൃദയം എനിക്കുണ്ടോ? ദിവ്യകാരുണ്യം ആഘോഷിക്കുന്ന എനിക്ക്, ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന എനിക്ക് ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ ജീവിക്കുന്ന മാതൃകയായിട്ട് മാറാൻ സാധിച്ചിട്ടുണ്ടോ? ദിവ്യകാരുണ്യമായിട്ട് മാറാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? കാരുണ്യം നിറഞ്ഞ ഒരു ഹൃദയം എനിക്കുണ്ടോ? അതാണ് അടിസ്ഥാനപരമായിട്ട് ആവശ്യമായിട്ടുള്ള കാര്യം. നിങ്ങൾ കരുണയുള്ളവരായിട്ട് മാറുക. ഏതാനും കാരുണ്യ പ്രവൃത്തികൾ ഈ ഒരു വർഷം ചെയ്തുകൊണ്ട് മാത്രമായില്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ കരുണയുള്ള വ്യക്തികളായിട്ട് മാറുക എന്നുള്ളതാണ്. കാരുണ്യം നിറഞ്ഞ വ്യക്തികളായിട്ട് നിങ്ങൾ മാറുക എന്നുള്ളതാണ്. ബി മേഴ്സിഫുൾ ലൈക്ക് യുവർ ഹെവൻലി ഫാദർ. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിനും. പിതാവായ ദൈവം ഇത്രമാത്രം കരുണയുള്ള വ്യക്തിയാണ്. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവിടുന്ന് ദയാലുവും കാരുണ്യവാനും സ്നേഹനിധിയും ക്ഷമാശീലനും കോപിക്കുന്നതിൽ വിമുഖനുമാണ് എന്നാണ് നമ്മളോട് വായിക്കുന്നത്. യോനാ പ്രവാചകൻ തന്നെ ദൈവത്തോട് പറയുകയാണ്, അങ്ങ് ദയാലുവാണ്, അങ്ങ് കാരുണ്യവാനാണ്, അങ്ങ് ക്ഷമാശീലനാണ്, അങ്ങ് സ്നേഹനിധിയാണ്, അങ്ങ് കോപിക്കുന്നതിൽ വിമുഖത കാണിക്കുന്ന വ്യക്തിയാണ്. കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവനെന്ന്. എനിക്ക് അങ്ങനെ ആകണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടാകുന്നുണ്ടോ? നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതല്ലേ? നമുക്ക് അസാധ്യമായ കാര്യമാണെങ്കിൽ കർത്താവ് അപ്രകാരമായി തീരാൻ നമ്മുടെ ആവശ്യപ്പെടുമായിരുന്നു. നമ്മൾ എത്രമാത്രം അതിനുവേണ്ടി തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ദാഹിച്ച് മോഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചിട്ടുള്ള അവസരങ്ങളെപ്പറ്റി ചിന്തിക്കുക. കരുണയുള്ളൊരു വ്യക്തിയായിട്ട് ഞാൻ മാറണം. എന്റെ ഹൃദയത്തിൽ കരുണയുണ്ടാകണം, എന്റെ മുഖത്ത് കരുണ ഉണ്ടാകണം, കരുണ പ്രസരിക്കണം എന്റെ മുഖത്ത്. എന്റെ സംസാരത്തിൽ കരുണയുണ്ടാകണം, എന്റെ നോട്ടത്തിൽ കരുണയുണ്ടാകണം, എന്റെ പുഞ്ചിരിയിൽ കരുണയുണ്ടാകണം, എന്റെ പെരുമാറ്റത്തിലും പ്രതികരണത്തിലും കരുണയുണ്ടാകണം. കരുണയുള്ളൊരു വ്യക്തിയായിട്ട് ഞാൻ മാറേണ്ടതല്ലേ? എത്രമാത്രം നമുക്കൊക്കെ അതിനുള്ള ഒരു തീക്ഷ്ണമായിട്ടുള്ള ആഗ്രഹമുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ കരുണയുണ്ടെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിലും കരുണയുണ്ടാകും, യാതൊരു സംശയവുമില്ല. മാർപ്പാപ്പ കാരുണ്യവർഷത്തിന്റെ ആരംഭത്തിലെ പുറപ്പെടുവിച്ച ആ കാരുണ്യത്തിന്റെ മുഖം എന്നുള്ള തിരുവെഴുത്തില് പറയുന്നുണ്ട്, പിതാവായ ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ മുഖമായിരുന്നു അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവെന്ന്. പിതാവായ ദൈവത്തിന്റെ, കരുണ നിറഞ്ഞ പിതാവിന്റെ
കാരുണ്യത്തിന്റെ മുഖമായിരുന്നു യേശുക്രിസ്തുവെന്ന്. കാരുണ്യത്തിന്റെ മുഖമാകാൻ കർത്താവിന് സാധിച്ചത് എന്തുകൊണ്ടാ? കർത്താവിന്റെ ഹൃദയത്തിൽ കരുണയുണ്ടായിരുന്നു. കർത്താവിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നത് കരുണയായിരുന്നു. നമ്മുടെ ഹൃദയത്തിൽ കരുണയുണ്ടാകുമ്പോൾ, കരുണ നിറഞ്ഞ ഒരു ഹൃദയം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ മുഖത്ത് ആ കരുണ പ്രസരിക്കും. കാരുണ്യം തുടിക്കുന്ന ഹൃദയമാണ് നമ്മുടേതെങ്കിൽ നമ്മുടെ മുഖത്ത് തീർച്ചയായിട്ടും ആ കരുണ പ്രസരിക്കും. നമ്മുടെ സംസാരത്തിൽ കരുണ പ്രസരിക്കും. നമ്മുടെ പെരുമാറ്റത്തിൽ കരുണ പ്രസരിക്കും. നമ്മുടെ സമീപനത്തിൽ കരുണയുണ്ടാകും. നമ്മുടെ പ്രതികരണത്തിൽ കരുണയുണ്ടാകും. കരുണയോടുകൂടെ പ്രതികരിക്കുന്ന, കരുണയോടുകൂടെ പ്രവർത്തിക്കുന്ന, സംസാരിക്കുന്ന വ്യക്തികളായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കും. കർത്താവ് പറയുകയുണ്ടായി, നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കും, ചീത്ത വൃക്ഷം ചീത്ത ഫലം പുറപ്പെടുവിക്കും. നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയില്ല. ഇതുപോലെ നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നന്മയുടെ നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. കർത്താവ് പറയുകയാണ്, നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നന്മയുടെ നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. കരുണയുള്ള വ്യക്തികൾ അവരുടെ ഹൃദയത്തിലെ കരുണയുടെ നിക്ഷേപത്തിൽ നിന്ന് കരുണ പുറപ്പെടുവിക്കുന്നു. ഒരു കരുണ കാണിക്കുന്ന വ്യക്തികളാണ്, കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തികളാണ്. പക്ഷേ ആ പ്രവർത്തികള് അവരുടെ ആ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കാരുണ്യത്തിന്റെ ബഹിസ്ഫുരണങ്ങളാണ്. കരുണയോടുകൂടി എല്ലാവരെയും കണ്ടുകൊണ്ട് കരുണയോടുകൂടി പ്രതികരിക്കുന്ന, പ്രവർത്തിക്കുന്ന വ്യക്തികളായിട്ട് മാറാൻ അവർക്ക് സാധിക്കുകയാണ്. നമ്മൾ കുറെ പ്രവർത്തികൾ ചെയ്തത് കൊണ്ട് മാത്രമായില്ല, കാരുണ്യത്തിന്റെ പേരിൽ കുറെ പ്രവർത്തികളൊക്കെ ചെയ്യാനായിട്ട് നമുക്കൊക്കെ സാധിക്കും.